നിന്റെ മാത്രം സഖി ഭാഗം 10. മിന്നുവേ, നീ ഇത് ഏത് ലോകത്താണ്? ഏഞ്ചലാണത് ചോദിച്ചത്. അപ്പോഴാണ് മിന്നു അവരെ നോക്കുന്നത്. അവൾ അവർക്ക് നേരെ ഒരു മങ്ങിയ ചിരി നൽകി. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ഇവൾക്കിത് എന്ത് പറ്റി? റസു അവരോട് ചോദിച്ചു. അറിയില്ലല്ലോ, ഹിമ പറഞ്ഞു. മാനസാന്തരം വന്നതാണോ മിന്നു? എൻ്റെ ലച്ചുവേ. അല്ലല്ലേ. നമുക്കെന്നാ പോയാലോ ലച്ചു? മിന്നു ചോദിച്ചു. ഇപ്പോൾ പോകണോ? പോകണം, മിന്നു മറ്റെവിടേക്കോ നോക്കി പറഞ്ഞു. വീട്ടിൽ ചെന്നപാടെ മിന്നു അവളുടെ ഡയറി എടുത്തു. മെല്ലെ ആ ഡയറി അവൾ തുറന്നു. നിന്റെ മാത്രം സഖി എന്ന് ചുവപ്പ് കളറിൽ വലുതാക്കി എഴുതി വെച്ചതിൽ അവൾ മെല്ലെ തലോടി. അവളുടെ കൺകോണിൽ നിന്ന് ഒരു മിഴുനീർത്തുള്ളി ആ വരികളെ നനയിച്ചു. താളുകൾ മറിക്കും തോറും അവളുടെ മനസ്സിൽ ഓരോ ചിത്രങ്ങൾ തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അതവളിൽ പുഞ്ചിരി നിറച്ചു. മിന്നുവേ, ഫ്രഷായി വന്നിട്ട് ഈ ചായ എടുത്തു കുടിക്കേ. ആ ഓർമ്മകളിൽ ലയിച്ചിരുന്ന മിന്നു അമ്മയുടെ ശബ്ദം കേട്ടതും അവൾ വേഗം തന്നെ ഡയറി എടുത്ത് മേശയുടെ ഉള്ളിലെ ഡ്രോയറിൽ വെച്ചു. അവൾ ഫ്രഷ് ആവാൻ പോയി. അമ്മ ചായ കുടിച്ചോ? ഇല്ല, മോളുടെ ഒപ്പം ഇരുന്ന് കുടിക്കാമെന്ന് കരുതി. എന്നാൽ വാ അമ്മേ. അവൾ 2 ഗ്ലാസ്സുകളിൽ ചായ എടുത്തുകൊണ്ട് നടന്നു. അടുക്കളയിൽ നിന്ന് വിദ്യ കയ്യിലൊരു പ്ലേറ്റുമായി വന്നു. എന്താ അമ്മ ഇന്ന് സ്പെഷ്യൽ? ഉള്ളിവട. ഹാ, സൂപ്പർ അമ്മ, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കുന്നതിനിടയിൽ ഒരു കൈ കൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചുകൊണ്ട് മിന്നു പറഞ്ഞു. അത് കേട്ടത് വിദ്യയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. വിച്ചുവിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടാണ് മിന്നു ഉമ്മറത്തേക്ക് വന്നത്. എന്താ രണ്ടാളും ഇന്ന് ഒരുമിച്ച്? മിന്നു സംശയത്തോട് ചോദിച്ചു. വഴിയിൽ വെച്ച് കണ്ടത് അച്ഛനെ, വിച്ചു പറഞ്ഞു. കാർ ശരിയായില്ലേ അച്ഛാ? ഇല്ലട മിന്നു. ഷോ, നിങ്ങൾ ഫ്രഷായിട്ട് വാ, ചായ എടുക്കാം, വിദ്യ അവരോട് പറഞ്ഞു. മിന്നുവേ, എന്താ ലച്ചു? എന്ത് പറ്റി എൻ്റെ കൊച്ചിനൊരു മൂഡ് ഓഫ്? എന്ത്? എനിക്കൊന്നും പറ്റിയില്ല. നിന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലല്ലോ ഞാൻ. കാര്യം പറയും മിന്നു. എനിക്കൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞില്ല ലച്ചു. എന്നാലും നീ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് എന്തോ പോലെ. ഉച്ചയ്ക്ക് അവർ വന്ന് അങ്ങനെ പറഞ്ഞതിനാണോ? ഏയ്, അതൊന്നുമല്ല ലച്ചു, ഒന്നുമില്ല. എന്നാ ഓക്കെ. സിദ്ധുവേട്ടൻ വിളിച്ചോ? ഇല്ല. അതാണല്ലേ മോളിങ്ങോട്ട് വന്നേ. ഏയ്, നിന്നെ എങ്ങാനും വിളിച്ചോ എന്നറിയാൻ. ഏയ്, നമ്മളെ ഒന്നും ഇപ്പോൾ വിളിക്കാറ് കൂടിയില്ല. സിദ്ധുവേട്ടൻ ജോലിക്ക് കയറിയതിൽ പിന്നെ വിളിച്ചിട്ടില്ല ലച്ചു. രണ്ടും കൂടി അവിടെ എന്തെടുക്കുവാണ്? അങ്ങോട്ടേക്ക് വന്ന വിച്ചു ചോദിച്ചു. ഞങ്ങൾ വെറുതെ കോളേജിലെ വിശേഷം പറയുമായിരുന്നു വിച്ചുവേട്ട. എന്ത് വിശേഷം? നാളെ ഫ്രഷേഴ്സ് ഡേ ആണ് വിച്ചുവേട്ട. ആഹാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലച്ചുമോളെ, ഉള്ളിവട വേണ്ടേ? ഡൈനിങ് ടേബിളിനരികിലെ കസേരയിൽ ഇരുന്നു കൊണ്ട് വിദ്യ ചോദിച്ചു. ഉള്ളിവട? അത് കേട്ടതും ലച്ചു ശരവേഗത്തിൽ അവിടെ നിന്നോടി. PT ഉഷ ഓടുമ്പോൾ ഇതുപോലെ? ഇല്ല, അതിലും വേഗത്തിൽ. ഇന്ത്യക്ക് ഒരു കപ്പ് നഷ്ടമായി എന്ന് മാത്രം. വിച്ചുവേട്ടൻ കഴിച്ചായിരുന്നോ? മിന്നു ചോദിച്ചു. ഞാൻ കഴിച്ചു. നന്നായി. അപ്പോഴേക്കും വിച്ചുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. ആ, പറയ് സിദ്ധു. ആ പേര് കേട്ടതും കഴിച്ചുകൊണ്ടിരുന്ന ആളുടെ നിറകെ കയറി. പിന്നെ ചുമയോട് ചുമ. ആരട ചുമക്കണത്? ലച്ചുവാടാ. ഇവൾക്കൊന്നും പഠിക്കാനില്ലേ? രണ്ടും കൂടി നാളത്തെ ഫ്രഷേഴ്സ് ഡേയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഉള്ളിവട കഴിക്കുക. അതിൻ്റെ എഫക്റ്റാണ് നീ കേട്ടത്. അത് പറഞ്ഞുകൊണ്ട് വിച്ചു മുറ്റത്തേക്ക് ഇറങ്ങി. എൻ്റെ ലച്ചു, ഒന്ന് പതുക്കെ കഴിക്കേ. ഇതാരും എടുത്തുകൊണ്ട് പോകില്ല, നിനക്കാണിതല്ല. അത് പറഞ്ഞുകൊണ്ട് മിന്നു ലച്ചുവിൻ്റെ തലക്ക് കൊട്ടിക്കൊണ്ടിരുന്നു. വിച്ചു അകത്തേക്ക് കയറിയതും ഉള്ളിവടയുടെ പ്ലേറ്റ് എടുത്തുകൊണ്ട് ലച്ചു വീട്ടിലേക്ക് ഒറ്റ ഓട്ടായിരുന്നു. വേറൊന്നുമല്ല, സിദ്ധുവിനെ വിളിക്കാൻ. സിദ്ധുവേട്ട. കഴിക്കുന്നതിനിടയിലാണ് അവൾ വിളിക്കുന്നത്. എൻ്റെ ലച്ചു, കഴിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഇനിയും ചുമ വരും. ഇല്ല സിദ്ധുവേട്ട, ഇനി വരില്ല. നാളെ ഫ്രഷേഴ്സ് ഡേ ആണെന്ന് കേട്ടു. അതെ സിദ്ധുവേട്ട. ദൈവത്തെ ഓർത്ത് നിനക്ക് വല്ല പാട്ട് വല്ലതുമാണ് കിട്ടണതെങ്കിൽ ഒന്ന് തലചുറ്റി വീണാൽ മതി. വെറുതെ കോളേജ് പിള്ളേരുടെ കയ്യിലുള്ളത് വാങ്ങിച്ചു കൂട്ടരുത്. സിദ്ധുവേട്ട. അവൾ ചുണ്ടു കൂർപ്പിച്ചു. കാര്യം പറഞ്ഞതാ, എനിക്കെൻ്റെ ലച്ചുവിനെ വേണം. ഒന്ന് പോ സിദ്ധുവേട്ട. അവളുടെ ചുണ്ടിൽ ആ നിമിഷം നാണം നിറഞ്ഞു. നാണം വന്നു എൻ്റെ കൊച്ചിന്. സിദ്ധുവേട്ട, ഏട്ടൻ വിളിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം. അവൾ അത് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. എന്താ ഏട്ട വിളിച്ചത്? അവൻ കയ്യിലുണ്ടായിരുന്ന ഒരു പൊതി ലച്ചുവിൻ്റെ നേർക്ക് നീട്ടി. എന്താ ഏട്ടാ ഇത്? അവൾ സംശയത്തോടെ ചോദിച്ചുകൊണ്ട് അത് മേടിച്ചു.
തുറന്നു നോക്ക്. അവൻ അത് പറഞ്ഞുകൊണ്ട് അവളെ മറികടന്നു പോയി. അവളത് തുറന്നു നോക്കി. അന്ന് മിന്നുവിന് സിദ്ധുവേട്ടൻ വാങ്ങിക്കൊടുത്ത പോലത്തെ ടോപ്പ്, പക്ഷേ ലൈറ്റ് പിങ്ക് ആണ് കളറ്. അമ്മയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. എവിടെ നോക്കി നടക്കുവാണ് ലച്ചു? ലച്ചു ചിരിച്ചുകൊണ്ട് അമ്മയെ നോക്കി കടന്നുപോയി. ഈ പെണ്ണിന് ഇതെന്തു പറ്റി? ശ്രീദേവി അത് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അന്ന് വാഗമണിൽ വെച്ച് അവൻ കാതോരം വന്ന് പറഞ്ഞത് അവൾ ഓർത്തെടുത്തു. ഞാൻ നിൻ്റെയും നീ എൻ്റെയും മാത്രം. അവൾ വേഗം മുറിയിലേക്ക് ഓടി. ടേബിളിൽ ഇരുന്ന ബുക്കെടുത്ത് അതിൻ്റെ നടുക്കാം പേജ് അവൾ എടുത്തു നോക്കി. സിദ്ധുവിൻ്റെ ഒരു ഫോട്ടോയുടെ താഴെയായി എനിക്ക് സിദ്ധുവേട്ടനും സിദ്ധുവേട്ടനും ഞാനും, അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിൻ്റെയും നീ എൻ്റെയും മാത്രം. അപ്പോൾ ഇത് സിദ്ധുവേട്ടൻ എഴുതിയതാണോ? അവളുടെ ചൊടിയിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൾ മൊബൈൽ എടുത്ത് സിദ്ധുവിനെ വിളിച്ചു. കിട്ടിയോ ലച്ചു? കിട്ടി. ഇഷ്ടമായോ? ഒത്തിരി ഇഷ്ടമായി. സിദ്ധുവേട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇത് ഞാനൊന്ന് തരാഞ്ഞതിൻ്റെ കാര്യമല്ലേ ചോദിക്കാൻ വന്നേ? അതേ സിദ്ധുവേട്ടാ, ചുമ്മാ ഒരു രസം. ഒന്ന് പറ സിദ്ധുവേട്ടാ. നിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം ഒന്ന് പുറത്തു കൊണ്ടുവരാൻ അന്ന് നൈറ്റ് റൈഡിന് പോയപ്പോൾ ഞാനായിട്ട് പറയാൻ വന്നതാ. നിൻ്റെ പാട്ട് കേട്ടതോടുകൂടി മനുഷ്യൻ്റെ മൂടും പോയി. പിറ്റേന്ന് വാഗമൺ പോയപ്പോൾ പറയാമെന്ന് വെച്ചപ്പോൾ മുഖവും വീർപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. ഇതെപ്പോൾ മുതലാ തുടങ്ങി? ലച്ചു ചോദിച്ചു. അന്ന് നീ 10ാം ക്ലാസ്സിൽ ഡിഗ്രിക്ക് എനിക്ക് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറയാൻ വന്നതായിരുന്നു ഞാനവിടെ. ഞാനത് പറയുന്നത് വരെ നീ എൻ്റെ അരികിലുണ്ടായിരുന്നു. പിന്നെ നിന്നെ ഞാൻ കണ്ടില്ല. ഞാൻ തിരഞ്ഞു വന്നപ്പോഴായിരുന്നു നീ കരയുന്നതും മിന്നു നിന്നെ ആശ്വസിപ്പിക്കുന്നതും കാണുന്നത്. ഞാൻ നിൻ്റെ അരികിലേക്ക് വരാൻ പോയപ്പോൾ ആയിരുന്നു നീ മിന്നുവിനോട് പറഞ്ഞത് ഞാൻ കേൾക്കുന്നത്. ലച്ചു, നീ കരയാതെ. ആരെങ്കിലും കണ്ടാൽ അത് മതി. പിന്നെ ഞാൻ എന്ത് ചെയ്യും മിന്നു? ദൂരെ പോയാൽ സിദ്ധുവേട്ടനെ എനിക്കിനി കാണാൻ പറ്റില്ലല്ലോ. അവിടെ പോയി വേറെ ഏതെങ്കിലും പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും? ഇന്ന് പറയാം നാളെ പറയാം എന്ന് കരുതി മനസ്സിൽ സൂക്ഷിച്ച ഇഷ്ടം വേണ്ടെന്ന് വെക്കണം. മിന്നു, ലച്ചു, നിങ്ങൾ എവിടാ? ദേ അമ്മ വിളിക്കുന്നുണ്ട് ലച്ചു, നീ കണ്ണു തുടക്ക്. നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അന്ന് എൻ്റെ മനസ്സിൽ കയറിയതാ നീ. പിന്നെ ആ പ്രായത്തിൽ തോന്നിയതായിരിക്കും എന്ന് കരുതി പഠിത്തത്തിൽ ശ്രദ്ധിച്ചു. നമ്മൾ തമ്മിൽ അധികം കോണ്ടാക്ട് ഇല്ലായിരുന്നല്ലോ. ശ്രീയായി സംസാരിക്കുമ്പോൾ നിലയിൽ കൊടുക്കാൻ ഞാൻ പറയും. പക്ഷെ നീയായി ഒഴിഞ്ഞു മാറിയപ്പോൾ എന്തോ എന്നോട് തോന്നിയ ഇഷ്ടം മറന്നെന്ന് കരുതി ഞാൻ. അന്ന് വന്നപ്പോൾ നിൻ്റെ റൂമിൽ കയറാൻ തോന്നി. അപ്പോഴാ താഴെ വീണ് കിടക്കുന്ന ബുക്ക് കണ്ടത്. അത് വെക്കാനായി എടുത്തപ്പോഴാണ് എൻ്റെ ഫോട്ടോ താഴെ വീണത്. തുറന്നു നോക്കിയപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഉറപ്പിച്ചു, ഈ സിദ്ധാർത്ഥ് ഒരു പെണ്ണിനെ താലി കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ശ്രീലക്ഷ്മിയാണെന്ന്, എൻ്റെ ലച്ചുവിനെ. ഞാൻ അപ്പോൾ തന്നെ അതിൽ കുറിച്ചിട്ടു. നീ അത് ഇപ്പോഴാണല്ലേ തുറന്നു നോക്കണേ? എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു ലച്ചു. സന്തോഷത്താൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ലച്ചു, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്കെപ്പോഴാണ് എന്നോട് ഇഷ്ടം തോന്നിയത്? എനിക്ക് 8ാം ക്ലാസ്സിൽ വെച്ച്. 8ാം ക്ലാസ്സിലോ? അവൻ അതിശയത്തോടെ ചോദിച്ചു. അതെ. എങ്ങനെയാണ് എന്നെ ഇഷ്ടമായത്? സിദ്ധുവേട്ടൻ്റെ ഒരു കൂട്ടുകാരിയില്ലേ പ്രിയ, അവൾ എനിക്കിഷ്ടമല്ല. അവൾ എന്നോട് വന്ന് പറയാ ഞാൻ സിദ്ധുവേട്ടനോട് മിണ്ടരുതെന്ന്. അവൾക്ക് സിദ്ധുവേട്ടനെ ഇഷ്ടമാണെന്ന്. എനിക്ക് അത് കേട്ടതും ദേഷ്യമായി. എൻ്റെ സിദ്ധുവേട്ടനോട് ഞാൻ മിണ്ടരുതെന്ന് പറയാൻ നീ ആരെയെന്ന് ചോദിച്ചു. എനിക്ക് സിദ്ധുവേട്ടനെയും സിദ്ധുവേട്ടന് എന്നെയും ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത്. പക്ഷേ അന്നു മുതൽ എൻ്റെ മനസ്സിൽ സിദ്ധുവേട്ടൻ സ്ഥാനം പിടിച്ചു. പിന്നെ അത് തുറന്നു പറയാനായി വന്നപ്പോഴായിരുന്നു പ്രിയ സിദ്ധുവേട്ടനോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. സിദ്ധുവേട്ടൻ പ്രിയയോട് ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ലഡുവട്ടി. പക്ഷെ എനിക്കും പേടിയായി, എന്നോടും ദേഷ്യപ്പെട്ടാലോ എന്ന് കരുതി. പിന്നെ സിദ്ധുവേട്ടൻ ബാംഗ്ലൂർക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. അത് ഓർത്തപ്പോൾ കരഞ്ഞുപോയി. എൻ്റെ കുശുമ്പി പെണ്ണേ. ഞാൻ കുശുമ്പി അല്ല. അല്ലേ? അല്ല. ഇല്ലെന്നോ? കുറച്ച്. എന്ന് എൻ്റെ കൊച്ചു പോയി ഫുഡ് കഴിക്ക്, സമയമായല്ലോ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. ശരി സിദ്ധുവേട്ടാ. വീണ്ടും ആ സ്വപ്നം അവളെ വിടാതെ പിന്തുടർന്നു. അവൾ ഞെട്ടി ഉണർന്നു. അവളാകെ വിയർത്തിരുന്നു. എൻ്റെ കൃഷ്ണ, ഇത്രയും ദിവസം ഇതില്ലാഞ്ഞു. ഇന്നിപ്പോൾ വീണ്ടും എന്തുകൊണ്ടോ നിദ്ര അവളെ പുലുകിയില്ല.
അവൾ വാതിൽ തുറന്ന് മുറിക്ക് പുറത്തിറങ്ങി. നേരെ കാണുന്ന വിച്ചുവിൻ്റെ വാതിലിൽ ചെന്ന് മുട്ടി. ഉറക്കത്തിലായിരുന്ന അവൻ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്നു. സമയം നോക്കിയപ്പോൾ 1 മണി. അവൻ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു. എന്തു പറ്റി മിന്നു? അവളുടെ നിൽപ്പ് കണ്ടപ്പോഴേ എന്തോ സ്വപ്നം കണ്ട് പേടിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ഞാനിവിടെ കിടന്നോട്ടെ ഏട്ടാ? മോള് വാ. അവനൊന്നും ചോദിച്ചില്ല. അവളുടെ മനസ്സിനെ പേടിപ്പെടുത്തുന്ന സ്വപ്നമാണ് അവൾ കണ്ടതെന്ന് അവന് മനസ്സിലായി. ഏട്ടൻ്റെ കൂടെ അവൾ സുരക്ഷിതയായി ഉറങ്ങി. ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തായിരുന്നു അവൾ ആ നിമിഷം. പക്ഷേ ബിച്ചുവിന് ഉറക്കം വന്നില്ല. മിന്നുവിൻ്റെ മനസ്സിനെ തട്ടുന്നതെന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ഇടയ്ക്ക് എപ്പോഴോ നിദ്ര വന്ന് അവനെ പുലുകി. തുടരും.